കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്ക് സ്റ്റേ ഇല്ല. കോൺഗ്രസിന്റെ അപേക്ഷ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ തള്ളി. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതുവരെ സ്റ്റേ ഇല്ല. സ്റ്റേ ഉത്തരവ് നൽകാൻ അധികാരമില്ലെന്ന് ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ വ്യക്തമാക്കി. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ നേരിടുന്ന വലിയൊരു തിരിച്ചടിയാണ്. എല്ലാ ഫണ്ടുകളും നിലച്ചുപോകുമെന്നുള്ള ആവശ്യങ്ങളടക്കം ട്രിബ്യൂണലിനെ അറിയിച്ചതുമാണ്. എന്താണ് നിലവിലെ സാഹചര്യം? എന്താണ് ട്രിബ്യൂണൽ പറയുന്നത്? 2018-19 സാമ്പത്തിക വർഷത്തെ ആദായ നികുതിയും റിട്ടേണുമായി ബന്ധപ്പെട്ട കേസിലാണ് 210 കോടി രൂപ നേരത്തെ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് 210 കോടി രൂപ മരവിപ്പിച്ചത്. ഈ നടപടിക്കെതിരെയാണ് കോൺഗ്രസ് ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 22-ന് ഈ നടപടി ചോദ്യം ചെയ്തുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്തുള്ള കോൺഗ്രസിന്റെ അപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. അത് പിന്നീട് വിധി പറയാൻ വേണ്ടി മാറ്റുകയുമായിരുന്നു. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി അപ്പലേറ്റ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചത്. അത് കോൺഗ്രസിന്റെ ആവശ്യം സമ്പൂർണ്ണമായി തള്ളുന്നതും നിരാകരിക്കുന്നതുമാണ് ഈ ട്രിബ്യൂണലിന്റെ വിധി. കാരണം കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന്, ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് 10 ദിവസത്തെ സ്റ്റേ വേണം എന്നതായിരുന്നു. മരവിപ്പിച്ച നടപടി 10 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. സുപ്രീംകോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകൻ വിവേക് തൻഖയാണ് കോൺഗ്രസിന് വേണ്ടി ഹാജരായതും വാദങ്ങൾ ഉയർത്തിയതും. എന്നാൽ ഈ കോൺഗ്രസിന്റെ ഈ അപേക്ഷ, കാരണം കോൺഗ്രസ് ഇത്തരം ഒരു അപേക്ഷ വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 210 കോടി രൂപ മരവിപ്പിച്ചത് വഴി ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം പോലും വിനിയോഗിക്കാൻ കഴിയുന്നില്ല. ഇത് പാർട്ടിയെ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് കൂടി തള്ളിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പീൽ നൽകുന്ന 10 ദിവസത്തേക്കെങ്കിലും ഈ ഫണ്ട് വിനിയോഗിക്കാൻ, അല്ലെങ്കിൽ മരവിപ്പിച്ച നടപടി തടയണം, സ്റ്റേ ചെയ്യണമെന്നായിരുന്നു, താൽക്കാലികമായി തടയണമെന്നായിരുന്നു. പക്ഷേ ഈ ആവശ്യമാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ തള്ളിയത്. കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്ന ഒരു നിലപാട് കൂടിയാണ് ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്നും വന്നിരിക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജ്.